പേഴ്സണൽ സ്റ്റാഫിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിയമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നപ്പോൾ പാർട്ടി നേതൃത്വവും അതുപോലെ തന്നെ മന്ത്രിയും അതിനെ ന്യായീകരിക്കുകയാണ് ആദ്യം ചെയ്തത്. ജനകീയ പ്രതിഷേധം ശക്തിപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. ബെന്നി രാജിവെച്ചുവോ എന്നുള്ളതല്ല പ്രശ്നം. സത്യപ്രതിജ്ഞ ലംഘനം നടത്തി സ്വജനപക്ഷപാതം നടത്തിയ മന്ത്രിയുടെ നിലപാടിനെ പറ്റിയാണ് യഥാർത്ഥത്തിൽ ധാർമ്മികമായ നിയമപരമായ ചോദ്യം. ആ ചോദ്യത്തിന് ഇതേവരെ ഫലപ്രദമായ മറുപടി മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. സ്വജനപക്ഷപാതം വന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. രാജിവെപ്പിച്ചോ എന്നുള്ളതിനേക്കാളും പ്രധാനപതാണ്. അതിനിതേവരെ ഉത്തരം പറഞ്ഞില്ല. തുടർന്നാണ് വളരെ ഗൗരവതരമായ പ്രശ്നം നമ്മൾ വീണ്ടും അഭിമുഖീകരിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ശബരിമല പ്രശ്നത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ വക്കീലായി പ്രവർത്തിക്കുകയും കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും മാധ്യമങ്ങളോട് ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു അഭിഭാഷകനെ BJPയുടെ പ്രധാനപ്പെട്ട സന്തത സഹചാരിയാണ്. അങ്ങനെയൊരു BJPയുടെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകനെ KV പ്രദീപിനെ ഏത് വകുപ്പിനെതിരായിട്ട് ഏത് കേസിനെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് പ്രതിക്ക് വേണ്ടി വാദിച്ചോ ആ വാദിച്ച അതേ അഭിഭാഷകനെ ശബരിമല കേസ് ഉൾപ്പെടെയുള്ള കേസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ചുമതല കൊടുത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു എന്നുള്ളത് അതീവ ഗൗരവമായ പ്രശ്നമാണ്. അദ്ദേഹം രാജിവെച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം അദ്ദേഹം ഈ സ്വർണ്ണ കൊള്ള ഉൾപ്പെടെയുള്ള കേസിലെ ഏതെല്ലാം ഫയലുകളാണ് കണ്ടത്, ഏതെല്ലാം ഫയലുകളാണ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഗൗരവതരമായ പ്രശ്നം അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് നിയമനം നടത്തിയത്? വകുപ്പ് മന്ത്രി പോലും അറിയില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി സമ്മതിച്ചതാണ്. പക്ഷേ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് അംഗീകരിച്ചതുകൊണ്ട് വേറെ വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് ന്യായീകരിക്കാൻ പിന്നീട് ശ്രമിച്ചത്. വളരെ അപകടകരമായ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോഴെല്ലാവരും പൊതുവായിട്ട് സമ്മതിക്കുന്ന രീതിയിലേക്ക് എത്തി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കേരളം മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. വലിയ രീതിയിലുള്ള പനി, ഡെങ്കിപ്പനി, അതുപോലെ തന്നെ കോളറ, ഇതെല്ലാം നിപ്പ ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ കേരളത്തിൽ ഇപ്പോഴും പടർന്ന് വരികയാണ്. നിപ്പ പോലുള്ള വളരെ ഗൗരവമുള്ള, ചികിത്സിച്ചാൽ തന്നെ ഭേദമാക്കാൻ പ്രയാസപ്പെടുന്ന, ലോകം മുഴുവൻ ഉത്കണ്ഠപ്പെടുന്ന രീതിയിലുള്ള ഒരു അസുഖം. അതാണ് നിപ്പ ബാധിതരായ രോഗികളെ സംബന്ധിച്ചുള്ളത്. ജനങ്ങൾ തന്നെ ഉത്കണ്ഠപ്പെടുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഗൗരവതരമായ പ്രതിരോധ പ്രവർത്തനം നടത്താൻ ആകെ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ജനങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരും ചേർത്ത് മുൻകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലും ഇപ്പോൾ കോഴിക്കോട് വന്നു. അതിനുശേഷം ശോഭന ജോർജ് മന്ത്രിയായിരുന്നപ്പോഴും വീണ ജോർജ് മന്ത്രിയായിരുന്നപ്പോഴും ഈ പ്രശ്നം വന്നു. അപ്പോഴൊക്കെ എന്താ ചെയ്തത്? അവരവിടെ ഓടിയെത്തി
പ്രതിരോധത്തിന് വേണ്ടിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയും ഇത് ഈ പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ മന്ത്രി അവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു. മന്ത്രി യഥാർത്ഥത്തിൽ ഫലപ്രദമായ ഒരു ഇടപെടലിന് ശ്രമിക്കാതെ നേരെ തിരിച്ച് വരികയാണ് ചെയ്തത്. അതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം. പിന്നീട് എന്താണ് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എന്നുള്ളത് ഇതുവരെ അത് ശരിയായിട്ടില്ല. അവിടെ MLA മുൻ മന്ത്രി റിയാസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഫലപ്രദമായ ഒരു ഇടപെടൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ സഹകരിപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഈ സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുന്നതിന് പകരം ഡയറക്ടറെ തന്നെ മാറ്റുകയാണ്. ഡയറക്ടറെ തന്നെ സ്ഥലം മാറ്റുക മാത്രമല്ല, അവരുടെ പേരിൽ നടപടി പോലെ തരം താഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഫലപ്രദമായിട്ട് അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം കൊടുക്കേണ്ടുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്ന ഗവൺമെൻറ് അതുപോലെ തന്നെ മന്ത്രി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വളരെ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കാണ്. ഞാൻ ഇന്നലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് പറഞ്ഞു. ആ രീതിയിൽ അടിയന്തരമായി ഇതിപ്പോൾ ഒരു വീഴ്ച എന്നുള്ളതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനല്ല, അടിയന്തരമായി ഇടപെട്ട് ഫലപ്രദമായ രീതിയിലുള്ള രോഗപ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം ആവശ്യമായ സമീപനം സ്വീകരിക്കണം. അതിന് CPIM-ന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പം പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമലയിൽ നേരത്തെ സ്ത്രീ പ്രവേശന സമയത്ത് സ്ത്രീകളെ കയറ്റിയ സമയത്ത് പത്മകുമാറോ അന്നത്തെ ADGP-യോ പോലും അറിയാതെയാണ് അങ്ങനെ ഒരു നീക്കം നടന്നത്. പത്മകുമാറാണത് പറയുന്നത്. എന്താണ് പക്ഷേ അതിൽ പറയുന്നത്? അറിയില്ല. അതിനെ സംബന്ധിച്ചെല്ലാം പത്മകുമാറാണ് ചോദിച്ചാൽ മതി. അക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട യാതൊരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം തന്നെ പറയട്ടെ. CPM-ന്റെ വിമർശനത്തിൽ വേണുഗോപാൽ പറയുന്നത് CPM-ന്റെ മുഖം വികൃതമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം കോൺഗ്രസ് തന്നെ അതിൻ്റെ ക്ലിപ്പിംഗ് പുറത്ത് വിട്ട സാഹചര്യത്തിലാണ് CPIM അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. കോൺഗ്രസിനെ പറ്റി ഞങ്ങൾക്ക് നല്ല വിമർശനമുണ്ട്. ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ ഇന്ത്യയിലെ മുഴുവൻ BJP വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഇന്ത്യ കൂട്ടായ്മ രൂപപ്പെട്ടത്. അതിന് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള, അതിനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള നിലപാടല്ല, അതിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ DMK-യുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ AAP-യുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിവിശാലമായ BJP വിരുദ്ധ ഐക്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണല്ലോ അന്ന് ഈ ഇന്ത്യ കൂട്ടായ്മയെ കണ്ടത്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് പര്യാപ്തമല്ലാത്ത രീതിയിലുള്ള നിലപാടാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പിണറായിയെ ആലിംഗനം ചെയ്യില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന വിവരം. ഞങ്ങൾക്കിപ്പം പിണറായിയെ ആലിംഗനം ചെയ്യണം, ആരെങ്കിലും ആലിംഗനം ചെയ്യുന്ന നയമാണ് പ്രശ്നം, നിലപാടാണ് പ്രശ്നം. നിലപാടെന്താണ്? ഒരേ ഒരു നിലപാട് മാത്രമേ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൂ. അതെന്താ? BJP-യുടെ അമിതാധികാര വാഴ്ച, ഒരു ഫാസിസ്റ്റിക് രീതി, RSS-ന്റെ ഈ രാജ്യം ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് മാറാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടൽ, അതാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനവും മുഴുവൻ അപകടത്തിലാവുമെന്ന പൊതുവായ ധാരണയിൽ നിന്നാണ് എല്ലാവരും ചേർന്നുകൊണ്ട് BJP-യെ പ്രതിരോധിക്കണമെന്ന തീരുമാനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് BJP-ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല.
അത് ഗുണകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കിതിൽ പറയാനുള്ളത് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച പാരമ്പര്യം നമുക്കറിയാം രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും പിണറായിയെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറയുന്നത്, പിണറായിയെ കെട്ടിപ്പിടിക്കണം വേണ്ട. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ശരിയായ നിലപാട് സ്വീകരിക്കണം. ഇവിടെ ഇഡിയും അതുപോലെ തന്നെ CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സംഘപരിവാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ട് ഇന്ത്യയിൽ ഉടനീളം കടന്നാക്രമണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ആ രീതിയിൽ മുന്നോട്ടേക്ക് വരികയാണ്. അങ്ങനെ മുന്നോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം വന്ന് എന്തേ പിണറായിയെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തേ ചോദ്യം ചെയ്യാത്തത് എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് അണിനിരത്തി കൊണ്ടുപോകേണ്ടുന്ന ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് എന്ന രീതിയിലുള്ള പാർട്ടി എടുക്കേണ്ടുന്ന നിലപാടല്ല എന്ന് അന്നും ഇന്നും ഞങ്ങൾ ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതാണ് കേരളത്തിൽ CPM വലിയ ദോഷം. ഏത് കോൺഗ്രസിന്റെ ഈ സമീപനം കേരളത്തിൽ CPM വലിയ അല്ല, കേരളത്തിലെ CPM മാത്രമല്ല ഇന്ത്യക്കാകെ ദോഷമാണ്. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക് BJPയെ നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇന്ത്യ കൂട്ടായ്മയെ കണ്ടത്. അത് സ്വാഭാവികമായിട്ടും CPI മാത്രമല്ല എല്ലാ ജനാധിപത്യ ശക്തികളെയും സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്ത്യ ശക്തി അവസാനിപ്പിക്കണമെന്നല്ല, ഇന്ത്യ കൂട്ടായ്മയെ അവസാനിപ്പിക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. കോൺഗ്രസ് ഫലപ്രദമായ തിരുത്തൽ വരുത്തണം. അതിന് പകരം ന്യായീകരിച്ച് KC വേണുഗോപാലൻ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ട് യാതൊരു കാര്യമില്ല. കേരളത്തിലെ തോൽവിയുടെ അപകർഷത കൊണ്ട് മാത്രമാണ് ഈ വിമർശനം എന്നുള്ളതാണ് KC വേണുഗോപാലൻ. കേരളത്തിലെ CPMന്റെ തോൽവി കൊണ്ട് മാത്രമാണ് ഈ ഇപ്പോൾ ഉണ്ടായ ഈ വിമർശനങ്ങൾക്ക് കാരണമെന്നാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ കൊണ്ടാണ്. തോറ്റു എന്നുള്ളത് കൊണ്ട് ഇത് അവസാനത്തെ തോൽവിയാണെന്നോ, ജയിച്ചു എന്ന് വന്നാൽ അത് ആത്യന്തികമായ വിജയമാണെന്നോ, പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെപ്പറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. പലപ്പോഴും തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ അധികം തോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. ജയിച്ചപ്പോഴും ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യും. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. അതിൻ്റെ അപകർഷതയൊന്നും ഞങ്ങളെ സംബന്ധിച്ചത് ഉണ്ടാവേണ്ട യാതൊരു കാര്യമില്ല. അതുകൊണ്ട് സംഘപരിവാർ വേദിയിൽ ഇന്നലെ ഈ കേരള VC-മാർ പങ്കെടുത്തിരുന്നു. അത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. RSSന്റെ പ്രവർത്തകരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണല്ലോ അല്ലേ VC-മാർ, വൈസ് ചാൻസലർമാർ. ആ വൈസ് ചാൻസലർമാർ ഇന്നലെ RSSന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ സംഘാടകരെ പോലെ പ്രവർത്തിച്ച 3 വൈസ് ചാൻസലർമാർ വഴിയുണ്ട്. ഒന്ന് മലയാളം യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് MG യൂണിവേഴ്സിറ്റി, മറ്റൊന്ന് കേരള യൂണിവേഴ്സിറ്റി. ഈ 3 പേരും RSS പ്രവർത്തകരെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അതിഗൗരവതരമായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ UDF-ഉം ഇവരെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറെ തീരുമാനിച്ചതും അവിടെ 19 സെനറ്റ് അംഗങ്ങളെ BJP നോമിനേറ്റ് ചെയ്തതും RSS ആണ് മുഴുവൻ 19 എണ്ണം. യാതൊരു തരത്തിലുള്ള വിമർശനവും കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നില്ല, UDF മുന്നോട്ടേക്ക് പോകുന്നില്ല, ഗവൺമെന്റ് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പോഴാണ് കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന രീതിയിൽ ഇന്നലെ മോഹൻ ഭഗത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ RSSന്റെ 100ാം വാർഷികത്തിലെ സംഘാടകരായി 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തിട്ടുള്ളത്. ഇത് അതീവ ഗൗരവതരമായ കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. അതിന് പൂർണ്ണമായി കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസിന്റെ UDFന്റെ ഗവൺമെന്റ്. അത് ഗൗരവപൂർവ്വമുള്ള പ്രശ്നമാണ്. മതനിരപേക്ഷ ആലോചന നടത്തുന്ന മുഴുവൻ മനുഷ്യരും ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ ബോധത്തോടെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുമ്പോട്ടേക്ക് വരണം എന്നാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഒറ്റ കാര്യം, KM ഷാജി ഇന്നലെ പറഞ്ഞത്, അതായത് സർക്കാർ വന്നിട്ട് ആകെ ഒരു മാസം പോയി ഒന്ന് ഇരിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല, അതിനിടയിലാണ് ഈ വിമർശനവും. റിയാസൊക്കെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ് ഇന്നലെ ആ പ്രതിഷേധവും സമരമൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഫലപ്രദമായ ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ഒരു മാസം ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു മാസത്തിനിടയിലെ രണ്ടാൾ രാജിവെച്ചത്. ഒരു മാസത്തിന് മുമ്പ് 2 പേരിങ്ങനെ രാജിവെച്ച് പോയ ഏതെങ്കിലും അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ക്രിയാത്മകമായ വിമർശനം മാത്രമാണ്, അല്ലാതെ നശീകരണ വിമർശനമല്ല. അവർ ചെയ്തതുപോലെ UDF ചെയ്തതുപോലുള്ള നിലപാടിലേക്ക് ഞങ്ങളില്ല. ഞങ്ങളതിനെ ആരോഗ്യകരമായ രീതിയിലുള്ള വിമർശനമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷേ KSRTC നാളെ ഓർഡിനറി ബസ്സുകളുടെ സ്ത്രീകളുടെ സൗജന്യ ഉദ്ഘാടനം ഓർഡിനറി ബസ് എന്നല്ലല്ലോ പറഞ്ഞതുകൊണ്ട്
ആണോ? KSRTC ബസ് അതാണ് പ്രശ്നം. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും ഇവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാ പറഞ്ഞു വന്നത്. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവേ ഉള്ളൂ. ഇനിയും കുറേയും കൂടി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് KSRTCയുടെ ഓർഡിനറി ബസ്സുള്ളത്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങൾ ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി. 21,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും ആർക്ക്, ആശാ വർക്കർമാർക്ക് എന്ന് പറഞ്ഞത്, അതും നിങ്ങൾ ചുരുങ്ങിയ ഒരു പണം കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നത്.